ഇപ്പോൾ കോറോ ഹെൽത്ത് കമ്പനിയിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു എന്ന വിവരവും കൂടി പുറത്തുവരുന്നുണ്ട്. ഇന്നാണ് സർക്കാർ തല ചർച്ച നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ മാർച്ച് കോറോ ഹെൽത്ത് കമ്പനിക്കെതിരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമേഷ് തുടരുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഉമേഷ്, ചർച്ച ഇന്ന് നടക്കുമെങ്കിലും കമ്പനി അധികൃതർ ആ ചർച്ചയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത സർക്കാരിനുണ്ടായിട്ടില്ല. നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? സിന്ധൂരി, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ അതിശക്തമായ പ്രതിഷേധ മാർച്ച് ഈ കോറോ ഹെൽത്ത് ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ചർച്ച വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ കോറോ ഹെൽത്തിന്റെ മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അത് മന്ത്രി തന്നെ ആ തരത്തിലാണ് പ്രതികരിച്ചത്. ഒരാഴ്ച മുമ്പാണ് ഇവിടുത്തെ ജീവനക്കാരെ, ഈ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഏതാണ്ട് 900ഓളം വരുന്ന ജീവനക്കാരെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. വലിയ തൊഴിൽ നിഷേധം ഇവർക്കെതിരെ ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ഇവരെ ഈ സ്ഥാപനത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറാകാതിരുന്നു മാനേജ്മെന്റ്. പിന്നീട് ലേബർ ഓഫീസർ അടക്കം എത്തി തൽക്കാലത്തേക്ക് പ്രവേശിപ്പിക്കാം, സർക്കാരുമായി ചർച്ച തുടരുന്നവരെ പ്രവേശിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ തൊട്ടടുത്ത ദിവസം തന്നെ അവരുടെ നിലപാട് മാറ്റി ഓഫീസ് അടച്ചിടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി. പിന്നീട് ഡിവൈഎഫ്ഐ അടക്കം ഇടപെട്ടാണ് ഓഫീസ് തുറന്ന് ജീവനക്കാർക്ക് അകത്ത് പ്രവേശിക്കാനായത്. പക്ഷേ പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ അവർക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധം സംസ്ഥാനത്തെമ്പാടും ഉയർന്നു വന്നത്. ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു. ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. 11 മണിക്കാണ് കളക്ടറേറ്റിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നത്. പക്ഷേ മാനേജ്മെന്റ് പ്രതിനിധികൾ വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഈ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ ഈ പിരിച്ചുവിട്ട ജീവനക്കാരെ ജോലിക്ക് തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോറോ ഹെൽത്ത് ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് എത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി നിഖിൽ ബാബുവിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് അല്പസമയത്തിനകം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി അംഗം AR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്യും. ഉമേഷ്, ഈ മാർച്ചിൽ ഈ പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ടോ? ഇത് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് നടക്കുന്നത്. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മാർച്ച് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഈ സ്വാഭാവികമായും ഈ ജീവനക്കാരും ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്ന. നിലവിൽ ഡിവൈഎഫ്ഐ ആണ് ഇതിൽ നേതൃത്വം നൽകുന്നത്. ഉമേഷ്, ഈ സർക്കാർ തല ചർച്ചയിൽ ഈ തൊഴിലാളികളും പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലെ? അവരുടെ ഒരു വിഭാഗം ആളുകൾ ആദ്യ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ തന്നെ സമാനമായ സാഹചര്യത്തിൽ പങ്കെടുക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. കാരണം ചർച്ച നടത്തുമ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും വിളിക്കുക എന്നുള്ളത് തന്നെയാണ്. തൊഴിലാളി യൂണിയന്റെ പ്രതിനിധികളുണ്ടാവും, ഒപ്പം ജീവനക്കാരുണ്ടാകും. മാനേജ്മെന്റ് പ്രതിനിധികൾ എത്തുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നത്.